തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPI എറണാകുളം ജില്ലാ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വത്തിന് നേതൃഗുണം ഇല്ലെന്ന് അംഗങ്ങൾ വിമർശിച്ചു. CK ചന്ദ്രപ്പന് ശേഷം CPIക്ക് കൊള്ളാവുന്ന സെക്രട്ടറി ഇല്ലെന്നും വിമർശനം ഉയർന്നു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPI എറണാകുളം ജില്ലാ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. കഴിഞ്ഞ ഈ ജില്ലാ കൗൺസിലുകളിലെല്ലാം തന്നെ ഈ ബിനോയ് വിശ്വത്തിനെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുന്നില്ല എന്ന പ്രവർത്തകർക്കിടയിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ ഈ CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ എറണാകുളം ജില്ലാ കൗൺസിലാണല്ലോ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. നേതൃഗുണം ഇല്ല എന്ന് പ്രവർത്തകർ പറയുന്നുണ്ടല്ലോ. അനൂപ്, തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികളിൽ വലിയ രീതിയിലുള്ള വിശകലനങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. അത്തരത്തിൽ ഒരു വിശകലനത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള വിശകലനത്തിന്റെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് CK ചന്ദ്രപ്പന് ശേഷം CPIക്ക് ഒരു കൊള്ളാവുന്ന നല്ല ഒരു സെക്രട്ടറി ഇല്ല എന്നാണ് വിമർശനം ഉയർന്നത്. ഒപ്പം തന്നെ ഈ നാദാപുരത്തടക്കം വലിയ തോൽവി നേരിട്ടിരുന്നു. ആ ഒരു തോൽവിയുടെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പിഴവാണ്. പ്രത്യേകിച്ച് P വസന്തന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടിയായി എന്നടക്കമുള്ള ഒരു നിരീക്ഷണമാണ് ഈ യോഗത്തിലുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ചിഞ്ചുറാണിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ CPM-ന്റെ ഒരു B ടീം പോലെയാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, എന്തായാലും സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നേതൃഗുണത്തെ പറ്റിയൊക്കെ അവിടെ സംസാരമുണ്ടായിരിക്കുന്നു. നേതൃഗുണമില്ല എന്നുള്ള വിമർശനങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.